സെക്രട്ടേറിയറ്റ് പടിക്കൽ സഹന സമരം കടുപ്പിച്ച് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ. ഒറ്റക്കാലിൽ കല്ലുപ്പിൽ ചവിട്ടിനെന്നായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്, വെറും ഒരാഴ്ച. വിവരങ്ങളുമായി TV പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, ദിവസങ്ങളായി അവർ സമരത്തിലാണ്. ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ ആ ഓരോ ഉദ്യോഗാർത്ഥിയുടെ മനസ്സിലും തീയാണ്, തീ. അറിയാമല്ലോ, കഠിനാധ്വാനം ചെയ്ത് പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ട് ഒരു ജോലിക്ക് വേണ്ടി അതിൽ പലരും കണ്ണീരൊഴുക്കി പറയുകയായിരുന്നു, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒരാളേ ഉള്ളൂ, ഞാൻ അധ്വാനിച്ച് എനിക്കൊരു ജോലി കിട്ടിയാൽ അതിലൂടെ കിട്ടുന്ന പണം കൊണ്ട് വേണം കുടുംബം കഴിയാൻ, പട്ടിണിയാണെന്ന് പറഞ്ഞ് കരയുന്നവരെ നമ്മൾ കണ്ടു. പക്ഷേ ഇതെന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത്, ഇങ്ങനെ ഇത്രയും വലിയൊരു റാങ്ക് ലിസ്റ്റ് ഇടുന്നത്? അത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം റോഷ്നി. നമ്മൾ കുറേ തവണ ഇത് ചർച്ച ചെയ്തതാണ്. ഒരുപാട് ദിവസങ്ങളായി നമ്മളിത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 950-ലേറെ പേരുള്ള ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 900-നടുത്ത് ആളുകൾക്ക് നിയമനം നൽകിയ ഒരു റാങ്ക് പട്ടികയായിരുന്നു വനിതാ പോലീസ് ഓഫീസർമാരുടേത്. പക്ഷേ ഇത്തവണത്തെ 967 പേരുടെ പട്ടികയിൽ നിന്ന് 300 പോലും തികച്ച് നിയമനമായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പോലെയല്ല പോലീസിൽ വനിതകളുടെ കുറവ് വലിയ തോതിൽ ഉണ്ട് എന്ന് സർക്കാർ തന്നെ പലതവണ പറഞ്ഞതാണ്. മുഖ്യമന്ത്രി തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞതാണ് വനിതാ പോലീസിൻ്റെ ശക്തി കൂട്ടുമെന്ന്. പക്ഷേ അത് വാക്കുകളിൽ മാത്രമാണുള്ളത് എന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കാലത്ത് വനിതാ പോലീസുകാർക്കും നിയമനം കൊടുക്കുന്നില്ല എന്നുള്ളത് അത് കേരളത്തിലെ പോലീസ് സേനയോട് തന്നെ ചെയ്യുന്ന നീതികേടാണ്. അതിലുമുപരിയായി കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ സമരം ചെയ്യുന്ന WCPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ക്രൂരത കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ ദിവസത്തിലായി അവർ സഹന സമരത്തിലാണ്. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ ശയനപ്രദർശനം നടത്തിയും മുട്ടിലിഴിഞ്ഞും കയ്യിൽ കർപ്പൂരം കത്തിച്ചും ഒറ്റക്കാലിൽ കല്ലുപ്പിൽ നിന്നുമൊക്കെയുള്ള സമരങ്ങൾ അവർ ചെയ്യുന്നത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. WCPOമാർ പരസ്യമായി സമരത്തിലേക്ക് വരുമ്പോൾ CPOമാർ പോലീസ് ഓഫീസർമാരാവാനുള്ള റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ കാലാവധി 15-ാം തീയതി അവസാനിക്കുകയാണ്. 14-ാം തീയതി അവസാനിക്കുന്നു. ഇവരുടേത് 19-ാം തീയതി. ഇനിയിപ്പോൾ 5 വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് ഇവർക്ക് ഇതിനു മുമ്പിലുള്ളത്. ഇനിയിപ്പോൾ വരുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇവരുടെ പ്രതീക്ഷ. കുറച്ചുകൂടി തസ്തികകൾ ഇവർക്ക് വേണ്ടി കൊടുക്കും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രഷ് വേക്കൻസി വളരെ കുറവ് മാത്രമാണ് ഈ വനിതാ പോലീസ് ഓഫീസർമാർക്ക് കൊടുത്തത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് പ്രതീക്ഷയുള്ള ഒരു തീരുമാനം സർക്കാരിൽ നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഇവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. സങ്കട കാഴ്ച തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഈ സമരപന്തലിൽ. പ്രസാദ്, ഇതിപ്പോൾ ഇവർ ഇത്രയും സമരമാർഗങ്ങൾ പ്രയോഗിച്ചു, കഠിനമായ സമരങ്ങൾ ഇന്നിപ്പോൾ കണ്ടോ? അതായത് ആ കല്ലുപ്പിട്ട് അതിൽ ഒരു കാലിൽ അവർ നിൽക്കുകയാണ്. ഇത് എത്ര സമരമാർഗങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് ഇനി ഇവർ എന്ത് സമരം നടത്തിയിട്ട് എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഈ അവസാന നിമിഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണോ? ഈ കടുത്ത സമരത്തിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് സർക്കാർ ഇവരോട് അലിവ് കാട്ടും എന്ന് തന്നെയാണ്. അലിവ് കാട്ടും എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കഠിനമായി പഠിച്ച് എല്ലാവിധ മറ്റ് പരിശീലനങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് മറ്റ് ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞ് വന്നവരാണ് ഇവരെല്ലാവരും. അതിൻ്റെ ഭാഗമായിട്ടാണ് റാങ്ക് പട്ടികയിലേക്ക് ഇവർ ഇടം നേടിയവരും. ഇതിൽ പലരും കുട്ടികളുള്ളവരാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പലരും കുട്ടികളെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഈ സമരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പങ്കെടുക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പലരുടെയും അവസാന അവസരവുമാണ്. മറ്റ് ജോലികളെ പോലെയല്ല ഒരു കാക്കി ധരിക്കണം, ഈ ജോലി വേണം എന്ന് ആഗ്രഹിച്ച് പരീക്ഷ എഴുതി റാങ്ക് ജേതാവായി ഇനിയിപ്പോൾ അടുത്ത ഒഴിവ് വന്നാൽ കയറാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന നിരവധി പേരാണ് ഇതിലുള്ളതിൽ ഭൂരിപക്ഷവും. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ തീരുമാനം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിൽ ആർക്കും മറുപടിയില്ല. കാണാൻ
പറ്റുന്നവരെ എല്ലാവരെയും ഇവർ കണ്ടു. പക്ഷേ ഇവർക്ക് വേണ്ടി ഒരു നീതി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ വന്നവരാണ് ആ നിയമനത്തിന് വേണ്ടി ഇവിടെ സമരം ചെയ്യുന്നത് എന്നതാണ്. അതല്ലാതെ അനധികൃതമായിട്ടല്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലെങ്കിൽ പോലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ പറയുന്ന PSC നിയമനത്തോട് സർക്കാരിന് തീരെ താല്പര്യമില്ല. കൂടുതലുള്ളത് പിൻവാതിൽ നിയമനങ്ങളാണ്. അവർ വർഷങ്ങളോളം ജോലി ചെയ്യുന്നു. 10 വർഷം കഴിയുമ്പോൾ അവർക്ക് സ്ഥിരപ്പെടുത്തണമെന്ന അവകാശം മുന്നോട്ട് വയ്ക്കുന്നു. സീഡിറ്റ് പോലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പോലെയുള്ള പല സ്ഥാപനങ്ങളിലും 10 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പും ശേഷവും 100 കണക്കിന് ആളുകളെ സ്ഥിരപ്പെടുത്തുന്നു. അപ്പോഴും പരീക്ഷ എഴുതി പഠിച്ച് കയറിയവർ നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം എന്തായാലും ഇവർക്കൊരു പ്രതീക്ഷയുണ്ട്. വരുന്ന മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന്. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ വെറും 5 പ്രവൃത്തി ദിവസങ്ങൾ മാത്രം. ഏപ്രിൽ 19-ാം തീയതി ലിസ്റ്റ് അവസാനിക്കുമ്പോൾ ഇവർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അധികാരികളുടെ കണ്ണ് തുറക്കാൻ പലവിധ സഹന സമരവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. റോഷ്നി, തീർച്ചയായും പ്രസാദ്, ഏപ്രിൽ 19 എന്ന ദിവസത്തെ നെഞ്ചിടിപ്പോടുകൂടിയാണ് ഉദ്യോഗാർത്ഥികൾ നോക്കിക്കാണുന്നത്. നമ്മൾ എത്ര വിവരിച്ചാലും, ഈ സമരത്തിന്റെ ഓരോ ദൃശ്യങ്ങളും നമ്മൾ എത്ര പ്രേക്ഷകരിലേക്ക് എത്തിച്ചാലും ആ ഉദ്യോഗാർത്ഥികൾക്കാണ് അവരുടെ വിഷമം പറയാൻ കഴിയുക.